ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാനൊന്ന് ക്വിക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു ദന്തൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ റീസെൻ്റ്ലി ലാസ്റ്റ് 10 days ബിഫോർ എൻ്റെ മോളിൽ ഇവിടെ ഒരു ഇഷ്യൂ ഗോ ത്രൂ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന്. നമ്മൾ അമ്മമാർക്കൊക്കെ മഴക്കാലം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു തണുപ്പ് കാലം ആകുമ്പോൾ ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ കുട്ടികളിൽ ഡൈപ്പർ റാഷസ് വരിക എന്നുള്ളത്. അത് ചിലപ്പോൾ ന്യൂ ബോൺസിനാവാം, 1 year ആവാം. ഡൈപ്പർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്നൊരു ഇഷ്യൂ ആണ് ഡൈപ്പർ റാഷസ് എന്ന് പറയുന്നത്. അതാണ് അത് വരാതിരിക്കാൻ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ മെയിൻ കാരണം. ഞാൻ പറയുമല്ലോ, ഞാനൊരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണൊന്നും അല്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അവൾക്ക് വന്നിട്ട് റീസെൻ്റ്ലി ഡൈപ്പർ റാഷസ് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. പറയാൻ, ഞാൻ ഡേ ടൈമിൽ ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവൾക്ക് ഡൈപ്പർ റാഷസ് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. സോ അത് വരാതിരിക്കാനും തുടക്കത്തിലെ അവോയ്ഡ് ചെയ്യാനുമുള്ള ചെറിയ ടിപ്സുമായിട്ടാണ്, ചിലപ്പോൾ ഒരുപാട് വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. സോ യൂസ്ഫുൾ ആവുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ടിപ്സ്, ട്രാവലിംഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഡൈപ്പർ റാഷസ് എന്ന് പറയുന്നത് പല രീതിയിൽ വരും. ചില കുട്ടികളിൽ റെഡ് കളറിൽ കാണാൻ സാധിക്കും, ചില കുട്ടികളിൽ വന്നിട്ട് പിമ്പിൾസ് പോലെ, കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ കാണാൻ സാധിക്കും. ചിലർക്കത് ഒരുപാട് ആയിട്ട് ഫംഗൽ പോലെ വരും, വൈറ്റ് കളറിൽ ഫംഗൽ പോലെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ പ്രൈവറ്റ് പാർട്സിൽ മാത്രമല്ല നമുക്ക് ഈ പറയുന്ന പോലെ റാഷസ് വരിക. റാഷസ് ഈ കഴുത്തിൻ്റെ ഇടുക്കിൽ കുട്ടികൾക്ക് വരാറുണ്ട്. കുറച്ച് ചബ്ബിയായ കുട്ടികൾക്ക് ഇങ്ങനെ മടക്ക് കൂടുതലുള്ളവിടെയൊക്കെ വേർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡൈപ്പർ റാഷസ് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ട്രൈപോഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല, ഇത് ചിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതൊക്കെ മോള് ഉറങ്ങുന്ന സമയത്ത്, അതുപോലെ പണിയൊക്കെ ഒരുങ്ങി സൈലൻ്റ് ആയ സമയത്തൊക്കെയാണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനിടയിൽ ട്രൈപോഡിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഡൈപ്പർ റാഷസ് ഇങ്ങനെ പല രീതിയിലാണ് വരുന്നത്. മെയിനായിട്ടുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ എപ്പോഴും അതിനുവേണ്ടി ഫസ്റ്റ് പ്രിക്കോഷൻ നിങ്ങൾ എടുക്കുന്നത് വന്നിട്ട് ആ ഏരിയ എപ്പോഴും, പ്രൈവറ്റ് ഏരിയ എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ ശ്രമിക്കുക. നല്ല ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ തുടച്ചു കൊടുക്കുക. കോട്ടൺ വൈപ്സ് കൊണ്ട് തുടയ്ക്കുക, കോട്ടൺ തുണികൾ കൊണ്ട് തുടച്ചു കൊടുക്കുക. എപ്പോഴും ഡ്രൈ ആയിരിക്കും. എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അവിടെ മോയ്സ്ചറൈസിങ് ഏരിയ ആയിരിക്കും അത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർക്ക് വന്നിട്ട് കുറച്ച് അധികമായി ഞാൻ ആദ്യം യൂസ്ഫുൾ ടിപ്സായിട്ട് പറയുന്ന പോലെ തുടക്കത്തിലെ വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുക. വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. ആ ഉരുക്ക് വെളിച്ചെണ്ണ വന്നിട്ട് ഞാൻ അവൾക്ക് യൂസ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അവൾക്ക് കുറച്ച് എക്സ്ട്രീം ആയിപ്പോയി. നല്ല മഴയുള്ള സമയമായിരുന്നു. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് ഡൈപ്പർ യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു, ട്രാവൽ ടൈം ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് അവൾക്ക് ഫംഗൽ പ്ലസ് റാഷസ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ തുടക്കത്തിൽ തന്നെ ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകാനുള്ള റീസൺ കുറയ്ക്കാം എന്നുള്ള രീതിയിൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ ഏരിയ ഡ്രൈ ആയിരിക്കുക, എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള ഡൈപ്പർ ധരിക്കുക. അപ്പോൾ രാത്രി എങ്ങനെ ഡൈപ്പർ ഇട്ട് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 2-3 times ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ നോക്കുക. കാരണം മഴക്കാലവും ഇതൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ യൂറിനേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ കുഞ്ഞ് ന്യൂ ബോൺസ് ആണെങ്കിൽ വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ വന്നിട്ട് ചില വെറ്റ് വൈപ്സ്, ചില ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സ് കുട്ടികളിൽ റാഷസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടയ്ക്കുമ്പോൾ റാഷസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുക. ഞാൻ അവൾക്ക് ലിറ്റിൽ വൈപ്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് വാഷ് ചെയ്ത് കൊടുക്കുമല്ലോ, പ്രൈവറ്റ് പാർട്സ് ഒക്കെ വാഷ് ചെയ്ത് കൊടുക്കും. ഓരോ യൂറിനേഷൻ കഴിയുമ്പോഴും നിങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ആക്കാൻ നോക്കുക. ഈവൻ യൂറിൻ കിടക്കുമ്പോഴും നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്, റാഷസ് വരാൻ സാധ്യതയുണ്ട്. പല ടൈപ്പ് റാഷസ് ഉണ്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്തല്ലോ. കണ്ട് റെഡ് ടൈപ്പിൽ കുരുക്കൾ വരുന്ന മാതിരി, ഒരുപാട് ഫംഗലോടുകൂടി വരുന്ന മാതിരിയൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഒരുപാട് ആവുകയാണെങ്കിൽ ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഒരുപാട് വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പറയാൻ അറിയില്ല, അവർക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും. അത് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക. പക്ഷേ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഞാൻ പറയാം. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ റാഷസ് മാറാനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ
വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെന്ത വെളിച്ചെണ്ണ വന്നിട്ട് യൂസ് ചെയ്യുക. അത് നല്ലോണം ഒരുപാട് അപ്ലൈ ചെയ്ത് കുറച്ച് കുളിപ്പിച്ചതിനൊക്കെ ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേ ടൈമിൽ മെയിനായിട്ട് നിങ്ങൾ കുറച്ച് ഫ്രീ ടൈം, ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കാവുന്നതാണ്. ക്ലോത്ത് ഡൈപ്പേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ പാൻറ്റീസൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക, നോർമൽ പാൻറ്റീസൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുക. ഡൈപ്പർ ഫ്രീ ടൈം ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുക. ഇൻ കേസ് എങ്ങനെ റാഷസ് കാണുകയാണെങ്കിൽ. പിന്നെ ഡൈപ്പർ അൺഅവോയ്ഡബിൾ ആണെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കറക്റ്റ് ഫിറ്റിങ് യൂസ് ചെയ്യരുത്, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് ഡൈപ്പർ റാഷസ് ക്രീംസ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഹിമാലയയുടെ, സെബാമെഡിൻ്റെ ഒക്കെ ഡൈപ്പർ റാഷസ് ക്രീം അവൈലബിൾ ആണ്. അതും നല്ലൊരു റിസൾട്ട് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. ഞാൻ മോനൊരു ഡൈപ്പർ റാഷസ് ക്രീം തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് റിസൾട്ട് വന്നിരുന്നു. പിന്നെ ഇടയിൽ ഫീവർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് കൂടിയപ്പോൾ ഞാനത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഇച്ചി ക്രീംസ്, അവർക്കൊരു ഇച്ചിനെസ്സും ഉണ്ടായിരുന്നു. ഫംഗൽ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ഇച്ചിനെസ്സും ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചിരുന്നു. ഒരുപാട് കുട്ടികളിൽ ഡൈപ്പർ ഇത് കാണുന്നുണ്ടാവും, ഡൈപ്പർ റാഷസ് കാണുന്നുണ്ടാവും. ഈ ഡൈപ്പർ റാഷസ് കാണാനുള്ള കാരണം മെയിനായിട്ട് ഇവിടെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഈർപ്പം തങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആദ്യം ഡോക്ടർ തന്നത് ഇങ്ങനൊരു മോയ്സ്ചറൈസറാണ്, അലോവേര ഇങ്ങനൊരു ലോഷനാണ് തന്നത്. രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഫ്രീ ടൈം ഒരുപാട് കൊടുക്കാൻ പറഞ്ഞു. രാത്രിയും ഒന്നും ഇടാതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടത്താൻ പറഞ്ഞു, ഡൈപ്പർ ഇടാതെ കിടത്താൻ പറഞ്ഞു. റാഷസ് ഒക്കെ കാണുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു 2-3 ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. കംപ്ലീറ്റ്ലി റിക്കവർ ആവും കുട്ടികൾക്ക്. പിന്നെ ഈ അലോവേരയുടെ ഒരു ലോഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. അതെനിക്കത്ര ഓക്കെ തോന്നിയില്ല. ബട്ട് നിങ്ങൾക്ക് സാധാരണ ലോഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടും ബെറ്ററായിട്ട് ഞാൻ പറഞ്ഞ പോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ പല സ്കിൻ അലർജീസിനും നല്ലതാണത്. ഡോക്ടർ റെഡ്ഡിയുടെ അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. ഡോക്ടർ റെഡ്ഡിയുടെ അട്രാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ലോഷനാണ്. നല്ല റിസൾട്ടാണ് ഫോർ ഇച്ചി സ്കിന്നും ഡ്രൈനെസ്സിനും. ഇതൊരു 500 രൂപ വരെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ അലർജീസ് ആൻഡ് ഓൾ. ഈവൻ ഇച്ചസ് ഒക്കെ ഇച്ചിങ് ഒക്കെ വരികയാണെങ്കിൽ, കുട്ടികൾക്ക് ഇവിടെ റെഡ്നെസ്, അതുപോലെ ഇവിടെയൊക്കെ റെഡ്നെസ് വരികയാണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. മീനൽ എന്ന് പറയുന്നത് ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ആണ്. ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇത് യൂസ് ചെയ്യാൻ. വിത്ത് പീഡിയാട്രീഷ്യൻ്റെ അഡ്വൈസോടുകൂടെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഇവൾക്ക് യൂസ് ചെയ്തപ്പോൾ റിസൾട്ട് തന്നുകൊണ്ട് മാത്രം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുകയാണ്. ദയവ് ചെയ്ത് പീഡിയാട്രീഷ്യൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇതൊന്നും യൂസ് ചെയ്യരുത്. ബട്ട് ഫോർ ആൻ എമർജൻസി യു ക്യാൻ കീപ്. ലുലി ഫോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണിത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവൾക്ക് നല്ല റാഷസ് ആയിരുന്നു പറഞ്ഞാൽ നല്ല റാഷസ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം മോനൊക്കെ ഒരുപാട് ഡൈപ്പർ ഫ്രീ ടൈമും ഡൈപ്പറൊക്കെ ഇട്ട് രാത്രിക്ക് കിടക്കുമായിരുന്നു. അവന് ഇന്ന് വരെ ഡൈപ്പർ റാഷസോ ഒന്നും വരാറില്ല. നേരത്തെ ഒരുപാട് പറയുന്ന പോലെ തന്നെ പറയുകയാണ്. കിഡ്സ് ടു കിഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, കിഡ്സ് ടു ബേബീസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ വെള്ളത്തിൻ്റെ കാരണങ്ങളായിരിക്കും, മോയ്സ്ചർ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞ ഈർപ്പം ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെറിയ ടിപ്സ് യൂസ് ചെയ്യും. ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കുക, ക്ലോത്ത് ഡൈപ്പർ ധരിക്കാൻ ശ്രമിക്കുക, ഡേ ടൈമിലൊക്കെ ഫ്രീ ടൈം കൊടുക്കുക. ഇങ്ങനെ റാഷസ് കാണുകയാണെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ട് വിടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ബെസ്റ്റ് റിസൾട്ട് തരുന്നൊരു സംഭവമാണ്. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്തതാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരിട്ടുകൊണ്ട് ഞാൻ വേഗം എടുത്തതാണ്. ഈ ഡെൻറ്റൽ സർജറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഒരു റിക്വസ്റ്റാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.